ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, നവംബർ മാസം 30 അവസാന ദിവസം. നവംബറിന്റെ അവസാന ദിവസം. ഡിസംബർ 1 നാം നാളെ പ്രവേശിക്കുകയാണ്. ക്രിസ്മസിന്റെ ഒരുക്ക ദിനങ്ങളിലേക്ക് നല്ലൊരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ, നന്നായിട്ട് ഒരുങ്ങി നല്ല ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. കഴിഞ്ഞ ആഴ്ചയിലെ വചനങ്ങൾ, കഴിഞ്ഞ 24 മുതൽ 29 വരെ പഠിച്ച വചനങ്ങളാണ് ഇന്ന് ആവർത്തിച്ച് ഒരിക്കൽ കൂടി ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് മറന്നു പോകാതിരിക്കാൻ ഒരിക്കൽ കൂടി ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ നാവ് കൊണ്ട്, അധരം കൊണ്ട് ഒന്ന് പറഞ്ഞ് പഠിക്കണം. അതിൻ്റെ ഒരു അഭിഷേകം നിങ്ങളിലേക്ക് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 24 പഠിച്ച വചനം വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ 1 ലേഖനം, അതിൻ്റെ 3 അധ്യായം 10 വചനമാണ്. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ, ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. ഇതായിരുന്നു 24 പഠിച്ച വചനം. 25 നാം പങ്കുവച്ചില്ല. 26 പഠിച്ച വചനം യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 3 അധ്യായം, അതിൻ്റെ 6 വചനമാണ്. നാവ് തീയാണ്. അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിലൊന്നായ അത് ശരീരം മുഴുവൻ മലിനമാക്കുന്നു. അപ്പം 26 പഠിച്ച വചനം. ഇനി 27 പഠിച്ച വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 7 അധ്യായം, അതിൻ്റെ 15 വചനമാണ്. ജ്ഞാനം 7:15 വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. ആ വചനം നമ്മൾ ആവർത്തിച്ച്, കാരണം അതൊരു പ്രാർത്ഥനയാക്കി മാറി. കാരണം എന്താണെന്നറിയാമോ? അവിടുന്നാണ്, ദൈവമാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന, ദൈവമേ ജ്ഞാനം തരണമേ, വിവേകം തരണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി 28 പഠിച്ച വചനം കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ്. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ്. ഇനി 29 പഠിച്ച വചനം വളരെ സുന്ദരമായ ഒരു വചനമാണ്. നിങ്ങളുടെ സംസാരം കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഇനി 28 പഠിച്ച വചനം സുഭാഷിതങ്ങളുടെ പുസ്തകമായിരുന്നു കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകം 21 അധ്യായം, അതിൻ്റെ 6 വചനമാണ്. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തിരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ്. 29 പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം, അതിൻ്റെ 6 വചനമാണ്. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമസൃണവും ഹൃദ്യവുമായിരിക്കട്ടെ. ഈ 5 വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട്. അതുകൊണ്ട് ജീവിതത്തെ നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവൻ തിന്മ ചെയ്യരുത്, തിന്മ നിരൂപിക്കരുത്, വ്യാജം പറയരുത് എന്നൊക്കെ പറയുമ്പോൾ, അത് കാരണം ആ പറയുന്ന നാവ് തീയാണ്, അത് നമ്മെ നശിപ്പിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഈ ആഴ്ച, വരുന്ന ഒരാഴ്ച അല്ലെങ്കിൽ ഈ ദിവസം, അടുത്ത ആഴ്ചയിലേക്കൊന്നും പോകണ്ട, ഈ ദിവസം എങ്ങനെ നന്നായി ജീവിക്കാം എന്ന് നമുക്ക് ആഗ്രഹിച്ച് നല്ലൊരു ദിവസം കൊണ്ടു നടക്കുവാനായിട്ട്, ഈ ദിവസം നന്നായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.